CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലെത്തി ഭരണഘടനയുടെ ആമുഖം വായിച്ച ശേഷമാണ് MV ജയരാജൻ പത്രിക സമർപ്പിച്ചത്. LDF കൺവീനർ EP ജയരാജൻ ഉൾപ്പെടെയുള്ള LDF നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജ രാവിലെ 10:30 കൽപ്പറ്റ ടൗണിൽ നിന്നും റോഡ് ഷോയായാണ് ജില്ലാ കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി റോഡ് ഷോയ്ക്ക് ശേഷം ജില്ലാ കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാസർഗോഡ് മണ്ഡലം CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകർക്കൊപ്പമാണ് പ്രകടനമായി എത്തി LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് കൊലുമ്പൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് നേതാക്കൾക്കൊപ്പം പത്രിക സമർപ്പിച്ചത്. കേരള കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകർക്കൊപ്പം റോഡ് ഷോയോടെയാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിയാടൻ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഇടതുമുന്നണി ഘടകകക്ഷി നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കുണ്ടപ്പനക്കുന്നിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായി കളക്ടറേറ്റിലെത്തിയാണ് ആറ്റിങ്ങൽ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി ജോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എറണാകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീം, LDF നേതാക്കളായ TP രാമകൃഷ്ണൻ, മന്ത്രി PA മുഹമ്മദ് റിയാസ്, ശ്രേയംസ് കുമാർ, KK ബാലൻ മാസ്റ്റർ എന്നിവർക്കൊപ്പം പത്രിക സമർപ്പിക്കാനെത്തി. വടകര സ്ഥാനാർത്ഥി KK ശൈലജ നാമനിർദ്ദേശ പത്രിക നൽകി. പൊന്നാനി LDF സ്ഥാനാർത്ഥി KS ഹംസ പത്രിക സമർപ്പിച്ചു. തൃശൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ജില്ലാ കളക്ടർ VR കൃഷ്ണ തേജയ്ക്ക് മുൻപിലാണ് പത്രിക സമർപ്പിച്ചത്. ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, മന്ത്രിമാരായ MB രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മാവേലിക്കര LDF സ്ഥാനാർത്ഥി അരുൺകുമാർ ചെങ്ങന്നൂർ RTOയ്ക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.